ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെയർ ആൻഡ് ലവ്ലി ആണ്. ഞാൻ കുറേ കാലങ്ങളായിട്ട് അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഖത്തെല്ലാം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നെക്ക് പോർഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അവിടെയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോ ഫില്ല് ചെയ്യലാണ് കേട്ടോ. ഇവിടെ ഞാൻ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഈ മസ്കാര തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ മസ്കാര കുറേ കാലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഡ്രൈ ആവുമല്ലേ. അപ്പോൾ എല്ലാവരും എന്താ കാട്ടുക, അത് കളയാണ് ചെയ്യുക. പക്ഷേ അങ്ങനെ ഡ്രൈ ആയിരിക്കണം ആ ഒരു മസ്കാര വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തതിന് നല്ല ഫിനിഷിംഗ് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം ബ്രഷുകളോ അതേപോലെ ഐബ്രോ പെൻസിൽസോ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് ഐബ്രോസും നല്ല രീതിക്ക് നീറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ഡാർക്ക് ഷെയ്ഡും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണെഴുത്താണ് കേട്ടോ. അപ്പം ഞാൻ കണ്ണെഴുതുന്നത് ഇതേപോലെ കൺമഷി വെച്ചിട്ട് തന്നെയാണ്. ഞാൻ ഐലൈനറൊന്നും അത്ര അങ്ങോട്ട് യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കണ്ണെഴുതും കേട്ടോ. വീട്ടിലിരിക്കുമ്പോഴും ഞാൻ കണ്ണെഴുതുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കണ്ണൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഈ കണ്ണെഴുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫേസിലൊരു ഫിനിഷിംഗ് ലുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കാരണം നിങ്ങൾ എപ്പോൾ ആണെങ്കിലും ശ്രദ്ധിച്ചോ, നമ്മൾ മേക്കപ്പിൽ കണ്ണെഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു ഹാഫ് ഫിനിഷ്ഡാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ബഡ്സിൽ കൺമഷി എടുത്ത് ഒന്നുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ല കറുത്തിരിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് ബാം എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ മോള് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതന്നെയാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ലിപ് ബാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ഗ്ലോയി ലുക്കാണ്. ഞാൻ മാക്സിമം പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ഞാൻ ഈ ലിപ് ബാം മാത്രം ഇട്ടുകൊണ്ടാണ് കേട്ടോ പോവാറ്. പിന്നെ എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മേക്കപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് ഇടലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക ബ്രാൻഡൊന്നല്ല, ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നല്ല രസമായിട്ട് തോന്നി, അതുകൊണ്ട് മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മുടി ഒന്ന് കോംബ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രീ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ചീവി കൊടുത്തു. പിന്നെ ഓണം ലുക്കിന് ജിമിക്കി മസ്റ്റാണല്ലേ. അപ്പം ഞാൻ എൻ്റെ കമ്മലും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ജിമിക്കിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓണം ലുക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ എക്സ്ട്രാ വളകളോ മാലകളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം എനിക്കിങ്ങനെ ജിമിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതും കൂടെ ഇട്ടുകൊണ്ട് എൻ്റെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇവിടെ ഏറെക്കുറെ ഫിനിഷ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങുന്നതായിരിക്കും ഇഷ്ടം. അതേപോലെ തന്നെ ചിലർക്കൊക്കെ ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് ഒരുങ്ങുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങുന്നതാണ് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എപ്പോഴും കംഫർട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇനിയും വീഡിയോസിനായിട്ട് എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.